മമ്മൂട്ടി ക്രിസ്മസ് തൂക്കി. അടിപൊളി, ഒരു രക്ഷയില്ല. വിനായകനൊക്കെ വേറെ ലെവൽ പെർഫോമൻസ്. കൊടൂരമില്ല, മമ്മൂട്ടിയെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ ഈ റോള്. മമ്മൂട്ടിയുടെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കഥാപാത്രമാണ് നമ്മൾ കാണുന്നത്. ഓൾ ടീം എല്ലാവരും കിട്ടില്ല പരിപാടിയായിരുന്നു. പെർഫോമൻസ് എടുത്ത് പറയാനുള്ളത് രക്ഷയില്ല, അടിപൊളി. നിഗൂഢകൾ നേർന്ന ഒരു ക്ലൈമാക്സ് വരെ എത്തിക്കുന്ന അടിപൊളി മൂവി. സൂപ്പർ ക്ലൈമാക്സ്, ഒരു രക്ഷയില്ല. മമ്മൂട്ടിനും വിനായകനും പെർഫോമൻസ് അടിപൊളിയാണ്. അടിപൊളി പടം. മമ്മൂട്ടിയുടെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കഥാപാത്രമാണ് നമ്മൾ കാണുന്നത്. അടുത്ത വർഷം സ്റ്റേറ്റ് അവാർഡും തൂക്കും. മമ്മൂട്ടി ക്രിസ്മസ് തൂക്കി, അതിലൊന്നും വേറെ അഭിപ്രായമൊന്നുമില്ല. മമ്മൂട്ടി ക്രിസ്മസ് തൂക്കി. കഥയ്ക്ക് ട്വിസ്റ്റ് ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, ക്രൈം ത്രില്ലറാണ്, എല്ലാം ഉണ്ട്. ഓക്കെയാണ്. വിനായകന്റെ അഭിനയം പൊളി. വിനായകനും മമ്മൂട്ടിയായിട്ടൊരു ഫൈറ്റ് സീൻ ഉണ്ട്, അതും അതിന്റെ ഇടയ്ക്കുള്ള ഡയലോഗും എല്ലാം സൂപ്പർ. കിഡു ഒന്നുമില്ല. ക്രിസ്മസ് മമ്മൂട്ടി അടിപൊളി, ഒരു രക്ഷയില്ല. വിനായകനൊക്കെ വേറെ ലെവൽ പെർഫോമൻസ്. വിനായകൻ ഇടിച്ചുപൊളി. മമ്മൂട്ടിന്റെ വില്ലൻ റോൾ കിട്ടില്ലൻ. അതൊക്കെ വില്ലൻ റോൾ മമ്മൂട്ടി ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ അതിലും ഇരട്ടിയായിട്ട് സൂപ്പറാണ്. അടിപൊളി പടം. ക്ലൈമാക്സ് ഒക്കെ അടിപൊളി. നിഗൂഢതയാണ് ഫുള്ള്. എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ്. മമ്മൂക്കയും വിനായകനും തന്നെയാണ് എടുത്തു പറയേണ്ടത്. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം. പടം അടിപൊളി പടം. നമ്മള് കുറെ കാലത്തിന് ശേഷം മമ്മൂക്കയുടെ ഒരു നല്ല പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പടം കത്തിക്കും. ആരംഭിച്ചത് വിനായകനാണ്. കൊടൂരമില്ല, മമ്മൂട്ടിയെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ ഈ റോള് കേട്ടോ. തകർപ്പൻ പടം. ഇതിന് ജോസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മലയാളത്തിലെ വ്യത്യസ്തമായ പടമാണിത്. ഗംഭീരം സൂപ്പർ, അടിപൊളി. കിടിലൻ പടമായിരുന്നു. നല്ല പടം തന്നെ, കിടിലൻ പടം. നമുക്കൊക്കെ വേറെ ലെവൽ പരിപാടിയാണ്. പിന്നെ മേക്കിംഗ് ഒന്നും പറയാനില്ല, ഗംഭീര പടമാണ്. പെർഫോമൻസ് കിടിലൻ. നിങ്ങൾ കാണുക എന്തായാലും, വൻ പരിപാടിയാണ്. വിനായകൻ എല്ലാവരും അടിപൊളിയായിരുന്നു. ഓൾ ടീം എല്ലാവരും കിടിലൻ പരിപാടിയായിരുന്നു. പെർഫോമൻസ് എടുത്ത് പറയാനുള്ളത് സൂപ്പറായിരുന്നു കേട്ടോ. സൂപ്പർ കേട്ടോ.